ഹലോ ക്ലാസ് 7 മുത്തുമണികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുപാട് നാളായി കണ്ടിട്ട് മിഡീവിൽ എന്ത് കഴിഞ്ഞ് ഞാനൊരു പോക്കായിരുന്നു അല്ലേ, ഒന്നുമില്ല. മറ്റ് ക്ലാസ്സുകളിൽ 8-ലും 9-ലും ഒക്കെ ക്ലാസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു പിന്നീട് വരാതിരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനിയും കാണാം, ഉടനെ കാണാം. ഒക്കെ പരിപാടികളൊക്കെ വരുന്നുണ്ട്, അതിലൊക്കെ വെയിറ്റ് ചെയ്തിരുന്നോളൂ. ആൻഡ് എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ള ഒരൊറ്റ കാര്യങ്ങൾ, ഓണം എക്സാം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികൾ എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ട്, അയ്യോ ഞാൻ ഇതുവരെ ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ, അല്ലെങ്കിൽ കുറച്ച് കാര്യം പഠിച്ചിട്ട് ഇനി ഒരുപാട് പഠിക്കാണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ആലോചിക്കുന്ന ഇന്നലകളെ കുറിച്ച്, അയ്യോ ഒന്നും ഞാൻ ചെയ്തില്ലല്ലോ, ഞാൻ ആ സമയം വേസ്റ്റ് ചെയ്തല്ലോ, അങ്ങനെ ഒരു ചിന്തയുള്ള ആളുകളാണെങ്കിൽ അതങ്ങോട്ട് ഒഴിവാക്കാം. കാരണം നിങ്ങളെ പഴയതിനെ ആലോചിച്ച് ഇപ്പോഴത്തെ സമയം കൂടി വേസ്റ്റ് ചെയ്യാം, അത് ശരിയായിട്ടുള്ള നിലപാടാണോ? അല്ല, ഒരിക്കലും അല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഇനിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്ലാനാക്കി ഇന്ന കാര്യങ്ങൾ ഞാൻ എന്നൊക്കെ ചെയ്തു തീർക്കും, അങ്ങനെ ഒരു പ്ലാനൊക്കെ ആയിട്ട് അടിച്ചുപൊളിയായിട്ട് മുൻപോട്ട് പോവുക. അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ്, എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നു. ഒന്നുമില്ല, സോഷ്യൽ സയൻസ് ഫസ്റ്റ് ചാപ്റ്റർ മിഡീവൽ ഇന്ത്യ, മധ്യകാല ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്നും എക്സാമിന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, തീർച്ചയായിട്ടും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഇത് ഇത്രയേ ഉള്ളൂ. ചിത്രങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, ചിത്രങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുകയാണ്, റെഡ് ഫോർട്ട് നിങ്ങൾക്ക് കാണാം, ഇത് ഹംപിയാണെന്ന് നിങ്ങൾക്ക് കാണാം. റെഡ് ഫോർട്ട് ആരുടെ കാലഘട്ടത്താണ് നിർമ്മിച്ചത്? നമുക്കറിയാം, മുഗളന്മാരുടെ കാലഘട്ടത്താണ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി, നമ്മുടെ സിഗ്നലിൻ്റെ മുകളിൽ റെഡാണ്, അപ്പോൾ മുഗളന്മാരാണ് റെഡ് ഫോർട്ട് നിർമ്മിച്ചത്, അങ്ങനെ ആലോചിച്ചാൽ മതി. ഹംപി വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്താണ് നിർമ്മിച്ചത്. ഓക്കെ, ആ മാർക്ക് കിട്ടി, 2 മാർക്ക് കിട്ടി. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് 1 മാർക്കായിരുന്നു. ദ റൂളർ ഹൂ സ്റ്റാർട്ടഡ് ദ മുഗൾ റൂൾ ഇൻ ഇന്ത്യ വിത്ത് ഡൽഹി ആസ് ഇറ്റ്സ് സെൻറ്റർ. ഡൽഹി ആസ്ഥാനമാക്കി മുഗൾ ഭരണം സ്ഥാപിച്ചതാര്? നമുക്ക് ഈ ഒരു കോഡ് ഓർമ്മയുണ്ടായിരുന്നു, ബാദ്ഷാ. ഇങ്ങനെ ആലോചിച്ചായിരുന്നു. ഫസ്റ്റത്തെ റൂളർ ബാബറായിരുന്നു. ഫസ്റ്റ് വരുന്ന ആളായിരിക്കില്ലേ എന്തു സ്ഥാപിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ബാബറാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ നമ്മുടെ മുഗൾ ഭരണം ഇന്ത്യയിൽ ഡൽഹി കേന്ദ്രമാക്കിയിട്ട് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇത് പഠിക്കാതെ എവിടെയും പോകേണ്ട, അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. അക്ബർ എന്ന് പറയുന്ന രാജാവായിരുന്നു നമ്മുടെ മുഗൾ ഭരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരി, പ്രൊമിനൻ്റ് ആയിട്ടുള്ള റൂളർ എന്ന് നമുക്കറിയാം. ഓക്കെ, ഈ അക്ബർ മതസഹിഷ്ണുതാ നയം ഫോളോ ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു. ഉദാഹരണ സഹിതം വ്യക്തമാക്കുക, വിശദമാക്കുക, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, അക്ബർ വാസ് റിലീജിയസ് ടോളറൻറ്റ് റൂളർ, സപ്പോർട്ട് വിത്ത് എവിഡൻസ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ വളരെ സാധ്യത കാണുന്നു. അവിടെ ഹിന്ദുക്കൾ സൂചകങ്ങൾ തന്നു, ഇബാദത്ത് ഖാനയെ സൂചിപ്പിക്കണം, ദിൻ ഇലാഹിയെക്കുറിച്ച് സൂചിപ്പിക്കണം. അതുപോലെ അക്ബറിൻ്റെ റോയൽ കോർട്ടെന്ന് സൂചിപ്പിച്ചതിന് കാരണം തന്നെ നമുക്കറിയാം, അവിടെ അദ്ദേഹത്തിൻ്റെ രാജകൊട്ടാരത്തിൽ പ്രധാനപ്പെട്ട കുറച്ച് ആളുകളുണ്ടായിരുന്നു, അവരുടെ പേരും കൂടി എഴുതി. അല്ല, ഫുൾ മാർക്ക് കിട്ടി. നമുക്ക് എഴുതി നോക്കാം. ആദ്യത്തെ പോയിന്റ് ഇതാ, ഇൻ 1575 ഇതാ 15 ഇത് അവിടെ ഒരു വരട്ട് കൊടുക്കുക. 1575 അദ്ദേഹം ഇബാദത്ത് ഖാനെ പണി കഴിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പുതിയ ക്യാപിറ്റൽ ഫത്തേപൂർ സിക്രിയിൽ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? വിവിധ മതത്തിലുള്ള പണ്ഡിതന്മാർ, സ്കോളേഴ്സ് ആൻഡ് ഡിഗ്നിറ്ററീസ് അവിടെ വരികയാണ്. ആ മതത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ മതത്തിലുള്ള നല്ല കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് അക്ബർ പുതിയൊരു വിഷണറി, പുതിയൊരു ദർശനം, പുതിയൊരു മതനയം കൊണ്ടുവരികയാണ്. അതാണ് നമ്മൾ ദിൻ ഇലാഹി എന്ന് വിളിച്ചു. ആ ദിൻ ഇലാഹിയുടെ അർത്ഥം എന്തായിരുന്നു? എല്ലാവർക്കും സമാധാനം കൊടുക്കുക, പീസ് ടു ഓൾ. അവരുടെ ഭാഷയിൽ അതിനെ സുല്ലി കുൽ എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ജസിയ എന്ന് പറഞ്ഞ മതനികുതി എടുത്തു കളഞ്ഞു. അപ്പോൾ ആ ഒരു പോയിന്റ്സ് ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ എഴുതി വെക്കാം, എന്തായാലും ക്വസ്റ്റ്യൻ വന്നതല്ലേ. ആദ്യത്തെ പോയിന്റ്, ഇൻ 1575 അക്ബർ ബിൽറ്റ് ഇബാദത്ത് ഖാന ഇൻ ഹിസ് ന്യൂ ക്യാപിറ്റൽ ഫത്തേപൂർ സിക്രി. എഴുതി. എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ ഒരു പോയിന്റ് എഴുതി, അടുത്ത കണക്ട് ചെയ്യാം. അങ്ങനെ ഫത്തേപൂർ സിക്രിയിൽ ഇബാദത്ത് ഖാൻ. അവിടെ എന്തായാലും സംഭവം, അവിടെ സ്കോളേഴ്സ് ആൻഡ് ഡിഗ്നിറ്ററീസ് ഓഫ് വേരിയർ റിലീജിയസ് യൂസ് ടു ഗ്യാദർ ഹിയർ. അവിടെ വന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. എന്തിനാ ഒത്തുകൂടി? അവരുടെ മതത്തിലെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ. എന്നിട്ട് എന്താ അക്ബർ ചെയ്തത്? അക്ബർ ക്രിയേറ്റഡ് ദിൻ ഇലാഹി ഹിസ് വിഷണറി റിലീജിയൻ ബൈ കമ്പൈനിങ്. എല്ലാ മതത്തിലെയും നല്ല കാര്യങ്ങളൊക്കെ എടുത്ത് അദ്ദേഹം എന്ത് ചെയ്തു, ദിൻ ഇലാഹി ക്രിയേറ്റ് ചെയ്തു. കമ്പൈനിങ് ദ ഗുഡ് ആസ്പെക്ട് ഓഫ് ഓൾ റിലീജിയൻസ്. എല്ലാ മതത്തിലെയും നല്ല കാര്യങ്ങളെ എടുത്തുകൊണ്ട് അക്ബർ ദിൻ ഇലാഹി ഉണ്ടാക്കി. എന്തായിരുന്നു ദിൻ ഇലാഹി കൊണ്ട് ഉദ്ദേശിച്ചത്? ക്വസ്റ്റ്യൻ ചെയ്യാം, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓരോ ആൻസർ ഇങ്ങനെ കണക്ട് ചെയ്ത് എഴുതാൻ പറ്റുന്ന കാര്യമാണ്, വളരെ ഈസിയാണ്. അപ്പോൾ അതിൻ്റെ കോർ അല്ലെങ്കിൽ കാതൽ എന്ന് പറയുന്നത് പീസ് ടു ഓൾ, എല്ലാവർക്കും സമാധാനം എന്നായിരുന്നു അതിനെ കൊണ്ട് ഉദ്ദേശിച്ചത്. അവരുടെ ഭാഷയിൽ അതിനെ സുല്ലി കുൽ എന്നുകൂടി വിളിക്കുമായിരുന്നു. അപ്പോൾ എത്ര പോയിൻ്റായി? 4 പോയിന്റ്. അടുത്ത് നമുക്ക് ജസിയ എന്ന് പറഞ്ഞൊരു നികുതി അക്ബർ എടുത്തു കളഞ്ഞു അല്ലേ. അക്ബറിന് മുമ്പേയുള്ള കാലഘട്ടത്തിൽ ഈ പറഞ്ഞ മുഗളന്മാർ എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട റൂളേഴ്സ്, ഭരണാധികാരികളായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം, മറ്റു മതത്തിലൊക്കെ പെട്ട ആളുകൾ, രാജാക്കന്മാർക്ക് നികുതി കൊടുക്കണമായിരുന്നു ജസിയ. അത് അക്ബർ പറഞ്ഞു, ഇത് ശരിയായിട്ടുള്ള നിലപാടല്ല, അത് ഒഴിവാക്കണം, എല്ലാ മതത്തിലുള്ള ആളുകളും തുല്യരാണ് എന്നുള്ളൊരു നയം അക്ബർ സ്വീകരിച്ചു. ഓക്കെ, അപ്പോൾ ദ അബോളിഷൻ ഓഫ് ദ റിലീജിയസ് ടാക്സ് കോൾഡ് ജസിയ പ്രൂവ്ഡ് ദാറ്റ് അക്ബർ ഫോളോഡ് ടോളറൻസ് അല്ലേ. ഇങ്ങനെ ഒരു മതനികുതി എടുത്തു കളഞ്ഞത് തന്നെ എന്താണ്, അക്ബർ നല്ല മതസഹിഷ്ണുതാ നയം ഫോളോ ചെയ്ത ആളായിരുന്നു, നമുക്ക് മനസ്സിലായി കേട്ടോ. അപ്പോൾ അടുത്ത പോയിന്റ് എഴുതി കഴിഞ്ഞു. അതുപോലെ എന്ത് ചെയ്യാണ്, മുഗൾ ഭരണത്തിലെ എല്ലാ മേഖലകളിലും എല്ലാ മതസ്ഥരെയും എന്ത് ചെയ്തിട്ടുണ്ട്, തുല്യമായിട്ട് അക്ബർ പരിഗണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ
പീപ്പിൾ ഫ്രം ഓൾ സെക്ടേഴ്സ് അല്ലെങ്കിൽ ഓൾ സെക്ട്സ് were treated equally in all spheres of Mughal rule. ഓക്കെ, അതുപോലെ അവസാനത്തെ ഈ ഒരു പോയിന്റും കൂടി എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടി. അപ്പോൾ അക്ബറിൻ്റെ റോയൽ കോർട്ടിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആളുകൾ ആരാണ്? രാജ തോഡർമാൽ, രാജ മാൻ സിംഗ്, രാജ ഭഗവൻ ദാസ് ആൻഡ് ബീർബൽ were prominent among those who held high position in the royal court of emperor. അതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്ന റോയൽ കോർട്ട് കൊണ്ട് ഉദ്ദേശിച്ച് ഈ ഒരു പോയിന്റ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അക്ബറിൻ്റെ കൊട്ടാരത്തിലെ പ്രധാനപ്പെട്ട ഒരു കൊട്ടാരത്തിലെ പ്രധാന ഉന്നത പദവി വഹിച്ചിട്ടുണ്ടായിരുന്ന ആളുകളായിരുന്നു ആരൊക്കെ? രാജ തോഡർമാള, രാജ മാൻസിംഗ്, രാജ ഭഗവൻ ദാസ് ആൻഡ് ബീർബൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ് എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കായി. ഒന്നും നോക്കാനില്ല. എന്തൊക്കെ ഏതാ? ഇബാദത്ത് ഖാന, അവിടെ സ്കോളേഴ്സ് ആൻഡ് ഡിഗ്നിറ്റേഴ്സ് വന്നു. അങ്ങനെ അവർ കാര്യം ഡിസ്കഷനൊക്കെ കഴിഞ്ഞ ശേഷം എല്ലാ മതത്തിലും നല്ല കാര്യങ്ങൾ കൂട്ടിച്ചേർത്തത് ദിനിലാഹി ഉണ്ടാക്കി. ദിനിലാഹിൻ്റെ കോർ എന്ന് പറയുന്നത് സുല്ലിക്കുല്ലായിരുന്നു. അതുപോലെ ജസിയ എന്ന് പറഞ്ഞാൽ മതനികുതി, റിലീജിയസ് ടാക്സിനെ എടുത്തു കളഞ്ഞു. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ് അക്ബർ എല്ലാ സ്പിയേഴ്സിലും എന്ത് ചെയ്യാണ് ആളുകളെയൊക്കെ എന്ത് ചെയ്യുന്ന എല്ലാ മതസ്ഥരെയും പരിഗണിച്ചു. അതുപോലെ അക്ബറിൻ്റെ കൊട്ടാരത്തിലെ ഹൈ പൊസിഷനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത ആളുകളായിരുന്നു ആരൊക്കെ? രാജ തോഡർമാൾ, രാജ ഭഗവാൻ ദാസ്, അതുപോലെ ബീർബൽ, രാജ മാൻ സിംഗ് തുടങ്ങിയ ആളുകൾ. അത്ര എഴുതിയ ഫുൾ മാർക്ക്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതുപോലെ ഇവിടുന്ന് വരാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ എന്താ അറിയോ? അക്ബറിൻ്റെ റിലീജിയസ് ടോളറൻസും അക്ബറിൻ്റെ മതസഹിഷ്ണുതയും കൃഷ്ണദേവരായരുടെ റിലീജിയസ് ടോളറൻസും കമ്പയർ ചെയ്ത് എഴുതുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ എഴുതുക. അക്ബറിൻ്റെ പോയിന്റ്സ് ഇതുപോലെ എഴുതുക. കൂട്ടത്തിൽ എന്ത് ചെയ്യുക? കൃഷ്ണദേവരായരുടെ പോയിന്റ് അത് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിക്കുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന് എഴുതാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. കൃഷ്ണദേവരായ 2 പോയിന്റ് എഴുതി വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടി. ലോട്ട് ഓഫ് കൺസ്ട്രക്ഷൻ വർക്ക് ക്യാരിഡ് ഔട്ട് ദിസ് റെയിൻ. അത് വേണ്ട. ഇത് വേണ്ട. ഈ ഒരു പോയിന്റ് വേണമെന്നില്ല. ഇത് ഇമ്പോർട്ടൻ്റ് അല്ല. ഞാൻ ജസ്റ്റ് എക്സ്ട്രാ ആഡ് ചെയ്തേ ഉള്ളൂ. ഇവിടെ എഴുതേണ്ട പോയിന്റ് ഒന്നുമില്ല. ഓൾ റിലീജിയസ് വെർ ട്രീറ്റഡ് ഈക്വലി ബൈ ഹിം എന്ന് പറയുമ്പോൾ കൃഷ്ണദേവരായ ബൈ കൃഷ്ണദേവരായർ അങ്ങനെ എഴുതിക്കോട്ടോ. അപ്പോൾ കുറച്ചുകൂടി സെറ്റാവും. ബൈ കൃഷ്ണദേവരായർ എല്ലാ റിലീജിയസിലെ ആളുകളും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യപ്പെട്ടിരുന്നു. ആരാൽ? കൃഷ്ണദേവരായാൽ അല്ലേ? ദ പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് റിലീജിയസ് വെർ അലൗഡ് ടു ഫോളോ ദെയർ ബിലീവ്സ് ഫ്രീലി. അപ്പോൾ കൃഷ്ണദേവരായ എന്ന് പറഞ്ഞൊരു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട രാജാവായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ആ ഒരു കൈൻഡ് ഓഫ് ഒരു പാർഷ്യാലിറ്റി കാണിക്കണമായിരുന്നു. പക്ഷെ കാണിച്ചിട്ടില്ല. അവരെല്ലാ മതത്തിലുള്ള ആളുകളെ ഒരുപോലെ പരിഗണിച്ചു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിശ്വസിക്കുന്ന മതം ഏതാണോ നിങ്ങൾ അതിൽ വിശ്വസിച്ചോളൂ, ആരും നിങ്ങളെ നിർബന്ധിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു നയമായിരുന്നു ആരെടുത്തിട്ടുണ്ടായിരുന്നത്? കൃഷ്ണദേവരായ അല്ലേ? എല്ലാ മതങ്ങളെയും ഒരുപോലെ പരിഗണിക്കുകയും വിവിധ മതസ്ഥർക്ക് അവരുടേതായ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും കൃഷ്ണദേവരായർ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 2 പോയിന്റ് കൂടി എഴുതിയാൽ നിങ്ങൾക്ക് സെറ്റായി. ഓക്കെ, അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മുഗൾ ആർമി സിസ്റ്റമായ മാൻസബ്ദാരി സിസ്റ്റത്തെയും അതുപോലെ തന്നെ വിജയനഗര ആർമി സിസ്റ്റമായിട്ടുള്ള അമരനായക സിസ്റ്റത്തെയും കമ്പയർ ചെയ്യാനാണ് അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മാൻസബ്ദാരി എന്ന് ഹെഡിങ് എഴുതുക. മാൻസബ്ദാരി ഒരു ഹെഡിങ് കൊടുക്കുക. മാൻസബ്ദാരി എന്നൊരു ഹെഡിങ് കൊടുക്കുക. മാൻസബ്ദാരിയുടെ പോയിന്റ് എഴുതാം. ആരാ നടപ്പിലാക്കിയത്? മാൻസബ്ദാരി മിലിറ്ററി സിസ്റ്റം വാസ് ഇംപ്ലിമെൻറ്റഡ് ബൈ അക്ബർ. എഴുതിക്കോ. എന്താ സംഭവം? രാജ്യം എക്സ്പാൻഡ് ചെയ്യാനും അത്തരത്തിൽ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു രാജ്യത്തെ കിങ്ഡത്തെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും നിലനിർത്താനും വേണ്ടിയിട്ടാണ് അല്ലേ? ടു എക്സ്പാൻഡ് ദ കിങ്ഡം ആസ് വെൽ ആസ് മെയിൻറ്റെയിൻ ടു ദ എക്സ്പാൻഡഡ് കിങ്ഡം ഡ്യൂറിങ് മുഗൾ പീരീഡ്. മുഗൾ കാലഘട്ടത്ത്. ഓക്കെ, ആ ഒരു പോയിന്റ് എഴുതിയല്ലോ. ഇനി അടുത്തത് എന്തായിരുന്നു മാൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്? ഓരോ ഓഫീസർമാരുണ്ടാവും. അതിനെ നമ്മൾ മാൻസബ്ദാർമാരെന്ന് വിളിക്കുന്നു. ഈ ഓഫീസർമാരുടെ കയ്യിൽ ഒരു ടീം വേണം, ഒരു റെജിമെൻറ്റ് വേണം. ഓക്കെ, അതിനെയാണ് എന്താ പറയുന്നത്? അക്കോർഡിംഗ് ടു ദ സിസ്റ്റം ഈച്ച് ഓഫീസർ ആഡ് എ റെജിമെൻറ്റ് അണ്ടർ ഹിം. ഓരോ ഉദ്യോഗസ്ഥൻ്റെ കീഴിലും ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഓരോ ഓഫീസർമാരും നിലനിർത്തേണ്ട കാവലറി, കുതിരപ്പടയാളികൾ, കുതിരേൻ്റെ മുകളിൽ നിന്ന് യുദ്ധം നടത്തുന്ന ആളുകൾ, കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് നമ്മൾ മാൻസബ് എന്ന് വിളിക്കുന്നത്. ടൈറ്റിൽ ഓഫ് മാൻസബ് റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് കാവലറി ഈച്ച് ഓഫീസർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ അല്ലേ? ഓരോ ഉദ്യോഗസ്ഥൻ നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് നമ്മൾ മാൻസബ് എന്ന് പറയുന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ചായിരുന്നു മാൻസബ്ദാർമാരുടെ പദവി നിശ്ചയിച്ചത്. റാങ്ക് ഓഫ് മാൻസബ് വാസ് ഡിറ്റർമൈൻഡ് ബൈ ദ നമ്പർ ഓഫ് സോൾജേഴ്സ് ടു ബി മെയിൻറ്റെയിൻ. അതായത് ഈ ഒരാൾ ഒരു 3 കാവലറിയിലെ 3 കുതിരപ്പടയാളികളെ മെയിൻറ്റെയിൻ ചെയ്തു. ഓക്കെ, എന്നാൽ അടുത്തൊരാൾ എന്ന് പറയുമ്പോൾ 10 ആളുകളെ മെയിൻറ്റെയിൻ ചെയ്തു. അപ്പോൾ ആർക്കാ ഫസ്റ്റ് റാങ്ക് കൊടുക്കുക? ഇദ്ദേഹത്തിനല്ലേ? അപ്പോൾ കൂടുതൽ ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിനനുസരിച്ചായിരുന്നു റാങ്കുകൾ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നു? പൈസ ആയിരുന്നോ കൊടുത്തത് അവർക്ക് റെമ്യൂണറേഷനായിട്ട് അല്ലെങ്കിൽ സാലറി ആയിട്ട്? എന്താണ് കൊടുത്തത്? ഇത്തരത്തിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിൻ്റെ ഫലമായിട്ട് രാജാവ് എന്ത് ചെയ്യായിരുന്നു? അവർക്ക് ലാൻഡാണ് അലോട്ട് ചെയ്തത്. മാൻസബ്ദാർ വെർ അലോട്ടഡ് ലാൻഡ് അക്കോർഡിംഗ് ടു ദെയർ റാങ്ക്സ്. മാൻസബ്ദാർ അവരുടെ പദവിക്കനുസരിച്ച് ഭൂമിയാണ് പതിച്ചു നൽകിയത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് എഴുതിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മാൻസബ്ദാരിയുടെ കാര്യങ്ങൾ അവിടെ ഫിനിഷ് ചെയ്യാം. ഓക്കെ, മാൻസബ്ദാരിയുടെ പോയിന്റ്സ് ഇങ്ങനെ കൃത്യമായിട്ട് എഴുതി പോകാം. ഒരു 6 പോയിന്റ് എഴുതിയ സെറ്റ്. അടുത്ത ഹെഡിങ് കൊടുക്കുക വിജയനഗര സാമ്രാജ്യം എന്ന് പറഞ്ഞിട്ട്.
അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് എങ്ങനെ ഹെഡിങ് കൊടുക്കണമെന്നില്ല, അമരനായക സിസ്റ്റം എന്ന് എന്ത് ചെയ്യുക, ഹെഡിങ് കൊടുക്കുക. അമരനായക സിസ്റ്റം വിജയനഗര സാമ്രാജ്യത്തിലുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തിൽ സൈനിക മേധാവികളെ ആയിരുന്നു എന്തെന്ന് വിളിച്ചത്, അമരനായകന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഓക്കെ, ദ മിലിറ്ററി കമാൻഡേഴ്സ് വെർ നോൺ ആസ്, എവിടെയുള്ള ദ മിലിറ്ററി കമാൻഡേഴ്സ് ഓഫ് വിജയനഗര, അങ്ങനെ എഴുതണേ, വിജയനഗര വാസ് നോൺ ആസ് അമരനായകാസ്. ഓക്കെ ഫൈൻ. അപ്പം രാജാവ് ഇവർക്ക് എന്ത് ചെയ്തു, ഭൂമിയാണ് കൊടുത്തത്. പണ്ടുള്ള എല്ലാ രാജാക്കന്മാരും ഭൂമിയാണ് കൊടുത്തത്. ആ ഭൂമിനെ വിളിച്ച പേരായിരുന്നു അമര. കിങ് അലോട്ടഡ് ലാൻഡ് നോൺ ആസ് അമര ടു ദം. അപ്പോൾ ഈ അമര നായകന്മാർക്ക് ഭൂമി കൊടുത്തു, അതിനെ നമ്മൾ അമര എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ അമര എന്ന് പറയുന്ന ഒരു പ്രദേശത്തിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തേണ്ട ആരാ, അമരനായകന്മാരല്ലേ. അത്രേ ഉള്ളൂ. ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് അമര വാസ് ക്യാരിഡ് ഔട്ട് ബൈ അമരനായക. എന്ത് സിമ്പിളായിട്ടുള്ള പോയിന്റാണ്, ഒന്ന് എഴുതിയ കണക്ട് ചെയ്ത് എഴുതി അങ്ങ് പോവാം. അമരത്തിൻ്റെ ഭരണം നിർവഹിച്ചത് അമരനായകന്മാരായിരുന്നു. ഓക്കെ, ആ പ്രദേശത്തിൻ്റെ അധികാരം നോക്കിയത് അവരാന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവിടുത്തെ നികുതി പിരിക്കാടാ അവരെന്നല്ലേ. ഓക്കെ, അപ്പോൾ ദ അമരനായകാസ് ഹാഡ് റൈറ്റ് ടു കളക്ട് ടാക്സ് ഫ്രം ദീസ് ഏരിയാസ്. ഈ പ്രദേശങ്ങളിൽ നികുതി പിരിക്കാനുള്ള അവകാശം അമരനായകന്മാർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ അമരനായകന്മാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിശ്ചിത എണ്ണം, ഒരു എത്ര എണ്ണം ആനേനെയും കുതിരേനെയും ഒക്കെ നിലനിർത്തേണ്ടത് അനിവാര്യമായിരുന്നു അല്ലേ. അമരനായക രാജാവിന് ഒരു നിശ്ചിത തുക നൽകേണ്ടി വരുന്നുണ്ടായിരുന്നു. അതായത് ഇവർ ആ ഒരു പ്രദേശത്ത്, അമര എന്ന് പറഞ്ഞ ഒരു ലാൻഡ് രാജാവ് കൊടുത്തു, ആ പ്രദേശത്ത് നിന്ന് ടാക്സ് കളക്ട് ചെയ്തു. ആ ടാക്സിൽ നിന്ന് ഇപ്പോൾ ഒരു പ്രദേശത്ത് നിന്ന് എ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിന്ന് ഒരു അമരനായകൻ 100 രൂപ കളക്ട് ചെയ്തു. ഓക്കെ, അതിൽ 80 രൂപ അല്ലെങ്കിൽ 70 രൂപ രാജാവിന് കൊടുക്കണമായിരുന്നു. ഒരു ഫിക്സഡ് എമൗണ്ട് എപ്പോഴും രാജാവിന് കൊടുക്കണം, ബാക്കി 30 രൂപ അവന് എടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു ഇവിടെ പറഞ്ഞത്, അമരനായക പെയ്ഡ് എ ഫിക്സഡ് എമൗണ്ട് ടു ദ കിങ്. രാജാവിന് ഒരു നിശ്ചിത തുക എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ദേ ഓൾസോ മെയിൻറ്റെയിൻഡ് എ സർട്ടൻ നമ്പർ ഓഫ് ഫുഡ് സോൾജിയേഴ്സ്. ഓക്കെ, ഒരു നിശ്ചിത എണ്ണം കാലാളുകളെയും അതുപോലെ കുതിരകളെയും ഹോഴ്സസിനെയും എലിഫൻറ്റിനെയും ഒക്കെ എന്ത് ചെയ്തു, മെയിൻറ്റെയിൻ ചെയ്തു. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്, അമരനായക സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടി. ഇതൊക്കെ വലിയ മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, ഒരു 4 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ്. ഓക്കെ ഫൈൻ. അപ്പോൾ അതാണ് ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, റൈറ്റ് എ നോട്ട് ഓൺ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് മുഗൾ പീരീഡ്. മുഗൾ കാലഘട്ടത്തിലെ സാമൂഹിക സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, സോഷ്യൽ സ്ഥിതി, അതായത് സാമൂഹിക സ്ഥിതി എന്നൊരു ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് എഴുതുക. അന്നത്തെ കാലഘട്ടം നമുക്കറിയാം ഒരു ഫ്യൂഡൽ വ്യവസ്ഥിതി ആയിരുന്നു നിലനിന്നിട്ടുണ്ട് അല്ലേ. എ ഫ്യൂഡൽ സൊസൈറ്റി സിസ്റ്റം വാസ് എക്സിസ്റ്റഡ് അറ്റ് ദാറ്റ് ടൈം. എന്ന് പറഞ്ഞാൽ ഫ്യൂഡൽ വ്യവസ്ഥ എന്തായിരുന്നു ഓർമ്മയില്ലേ, രാജാവ് മുകളിലും പ്രഭുക്കന്മാർ തൊട്ടതായ അവസാനം ഏറ്റവും താഴെ സാധാരണക്കാർ എന്നുള്ള ഒരു സമൂഹത്തിൻ്റെ സ്ട്രക്ചറിനെയാണ് നമ്മൾ ഫ്യൂഡൽ വ്യവസ്ഥിതി എന്ന് വിളിച്ചത്. അപ്പോൾ സമൂഹത്തിന് എന്ത് ചെയ്തു, ഫ്യൂഡൽ വ്യവസ്ഥിതി എന്ന് പറയുമ്പോൾ പല തട്ടുകളായി ഭാഗിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ അടുത്ത പോയിന്റും കിട്ടും, കണക്ട് ചെയ്ത് കിട്ടും. ഏറ്റവും മുകളിലാരാ, രാജാവ് അല്ലേ. ഏറ്റവും മുകളിൽ ഇതാണ്ടോ, കിങ് അറ്റ് ദ ടോപ്പ്, സാധാരണക്കാരനോ കോമൺ മാൻ ഏറ്റവും താഴെ. ഓക്കെ, ദ കോമൺ മാൻ ആസ് ബോട്ടം ഓഫ് ദി സൊസൈറ്റി വിത്ത് കിങ് അറ്റ് ദ ടോപ്പ്. സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ സാധാരണക്കാരും ഏറ്റവും മുകളിൽ രാജാവുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ കോമൺ മാൻ അല്ലേ, ജനങ്ങളല്ലേ കൂടുതലുണ്ടാവുക, ആ ജനങ്ങളിൽ തന്നെ ഭൂരിഭാഗം ആരാ, അന്നത്തെ സമയത്ത് കർഷകരാണ്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വെർ ഫാമേഴ്സ്. ജനങ്ങളിൽ ഭൂരിഭാഗവും കർഷകരായിരുന്നു. അവർക്കിടയിൽ തന്നെ ഒരുപാട് ജാതി വ്യവസ്ഥകൾ നിലനിന്നിരുന്നു. കാസ്റ്റ് സിസ്റ്റം എക്സിസ്റ്റഡ് അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ ഓരോ ജാതിയിൽപ്പെട്ട ആളുകൾക്കും അവരവരുടേതുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. ഈച്ച് കാസ്റ്റ് ഹാഡ് ഇറ്റ്സ് ഓൺ കസ്റ്റം ആൻഡ് റിച്വൽസ്. അപ്പോൾ ഇതാണ് സാമൂഹിക സ്ഥിതി. അപ്പോൾ ഇത്രയും പോയിന്റ് എഴുതിയാൽ എന്തായി, സാമൂഹിക സ്ഥിതി ആയി. എന്തിനാണ് 6 പോയിൻ്റൊക്കെ പഠിപ്പിക്കുന്നത്, 1 or 2 ഒക്കെ ചിലപ്പോൾ വിട്ടുപോയി കഴിഞ്ഞാലും കുഴപ്പമില്ല, ബാക്കിയുള്ള വെച്ച് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ഹെഡിങ് കൊടുക്കുക. നമ്മൾ ചോദിച്ചാൽ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിനെ കുറിച്ചാണ്, സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചാണ്. അപ്പോൾ സാമൂഹിക സ്ഥിതി നമ്മൾ എഴുതി, ഇനി സാമ്പത്തിക സ്ഥിതി എഴുതി കൂടെ. സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തെ എന്ത് ചെയ്യണം, രാജ്യം അത്രയും അടിപൊളിയാണ്, നല്ല പൈസ കിട്ടണം. അപ്പോൾ ആ ഒരു രാജ്യം എക്കണോമിക്കലി അല്ലെങ്കിൽ സാമ്പത്തികമായി പുരോഗതി കിട്ടുക എന്ന് പറയുന്നത് അന്നത്തെ ആളുകളൊക്കെ ട്രേഡിങ് ചെയ്തോ, സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്തോ, അങ്ങനെയൊന്നും അല്ലായിരുന്നു ആ രാജ്യത്തിന് പുരോഗതി ഉണ്ടായത്. എങ്ങനെയായിരുന്നു, ആളുകൾ നല്ല രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അഗ്രികൾച്ചറൽ അച്ചീവ്മെൻറ്റ്സ് വെർ ബേസിസ് ഓഫ് ദ എക്കണോമിക് പ്രോഗ്രസ്. ഓക്കെ, അഗ്രികൾച്ചറിലുള്ള അച്ചീവ്മെൻറ്റ്സ് കാരണമായിരുന്നു ആ രാജ്യത്തിൻ്റെയൊക്കെ എക്കണോമിക് പ്രോഗ്രസ് സാധ്യമായത്. അവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്തത് ബാർലി, ഷുഗർ കെയിൻ, വീറ്റ്, റൈസ്, കോട്ടൺ ആൻഡ് ഓയിൽ സീഡ് തുടങ്ങിയ ആളുകളെയായിരുന്നു. അപ്പോൾ മേജർ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് എന്തായിരുന്നു, റൈസ്, വീറ്റ്, ബാർലി, ഷുഗർ കെയിൻ, 4 പേര് മതി കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ്
അതുപോലെ എന്ത് ചെയ്യാണ്, നല്ല രീതിയിൽ കൃഷി നടക്കണമെങ്കിൽ പുതിയ പുതിയ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നല്ല രീതിയിൽ നിലം ഉഴുകാൻ വേണ്ടി ട്രാക്ടർ ഉപയോഗിക്കുന്നു, ടെക്നോളജി ഉപയോഗിച്ചു അല്ലേ. അപ്പോൾ പണ്ടത്തെ കാലത്തും ഈ രീതിയിൽ കുറച്ച് പരിപാടികൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. യൂസ് ഓഫ് ടെക്നോളജി ആൻഡ് ന്യൂ ടൂൾസ് എൻറിച്ച്ഡ് ദ അഗ്രികൾച്ചർ സെക്ടർ ഡ്യൂറിങ് മുഗൾ പീരീഡ്. മുഗൾ കാലഘട്ടത്ത് സാങ്കേതിക വിദ്യയുടെയും പുതിയ ഉപകരണങ്ങളുടെ ഉപയോഗം എന്ത് ചെയ്യുകയാണ്, അവർ കൃഷിനെ എന്ത് ചെയ്തു, മെച്ചപ്പെടുത്തി. കാർഷിക മേഖലയെ, അഗ്രികൾച്ചർ സെക്ടറിനെ മെച്ചപ്പെടുത്തി. അതിന് എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ പേർഷ്യൻ വീലും കനാലുകളും വൈഡ്ലി യൂസ്ഡ് ഫോർ ഇറിഗേഷൻ, ജലസേചനത്തിനായി പേർഷ്യൻ വേലും അതുപോലെ കനാലുകളും ഉപയോഗിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ 1 മാർക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അബുൾ ഫസലിനെ കുറിച്ച് ചോദിക്കും. അബുൾ ഫസലിൻ്റെ 2 കൃതികളാണ് ഐനി അക്ബറിയും അക്ബർനാമ. അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. അപ്പോൾ ഐനി അക്ബറിയുടെ ഓഥർ ആരാണ്, ഐനി അക്ബർ രചിച്ചതാരാണ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയാണ്. 1 മാർക്ക്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും അറിയിക്കേണ്ട ഒരു കാര്യമുണ്ട്, അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ച ആ ഒരു വർഷം ഒന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നമ്മളെ ഏറ്റവും അടിപൊളിയായിട്ട് തന്നെയാണ് നമ്മുടെ ക്ലാസ് 7 സൃഷ്ടി ബാച്ചിലെ ക്ലാസ്സുകളൊക്കെ മുൻപോട്ട് പോകുന്നത്. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു, അത്യാവശ്യം നല്ല രീതിയിൽ മുമ്പിൽ തന്നെയാണ്, നമ്മളെല്ലാ ചാപ്റ്റേഴ്സും ഓൾമോസ്റ്റ് കഴിയാറായി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല എക്സ്പ്ലനേഷനും നല്ല അടിപൊളി കാര്യങ്ങളും ഒക്കെ വേണം. അതായത് ഓരോ ചാപ്റ്റർ കഴിഞ്ഞാൽ വർക്ക് ഷീറ്റും അതുപോലെ എക്സാമുകളും ഒക്കെ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട്, നല്ല സ്ട്രക്ചേർഡ് ആയിട്ട് മുമ്പോട്ട് പോകാൻ താല്പര്യമുള്ള മക്കളാണെങ്കിൽ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് എക്സാം വിന്നറിൻ്റെ ബാച്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ സൃഷ്ടി ബാച്ചിൻ്റെ ഫീ വരുന്നത് 2499 ആണ്. താല്പര്യമുള്ള മക്കൾ പേരൻസിനോട് ചോദിക്കുക, ഓക്കെ ആണെങ്കിൽ വന്ന് ജോയിൻ ചെയ്തോളൂ, നിങ്ങൾ റിഗ്രറ്റ് ചെയ്യില്ല. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 7592092021 അല്ലെങ്കിൽ 22 ഏതിൽ വേണമെങ്കിൽ വിളിച്ചോളൂ. സോ ദാറ്റ്സ് ഇറ്റ്. അത്രയാണ് നമ്മുടെ വീഡിയോ. ബൈ ബൈ, ഇനിയും കാണാം. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ബൈ.